എനിക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഇദ്ദേഹത്തിനെ കാണുമ്പോഴും ഒക്കെ ഭയങ്കര ഒരു വിറവലാണ്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരാള്, ആ ആള് നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യാനും തയ്യാറായിട്ട് വന്ന് നിൽക്കുന്നു. അപ്പൊ ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ ശബ്ദരേഖ സാറ് എൻ്റെ തൊട്ടപ്പുറത്ത് വന്നിരുന്നിട്ട് എൻ്റെ ഇടയ്ക്ക് സൗദി വെള്ളയ്ക്ക് സാറ് കണ്ടിട്ടില്ല, അപ്പം നമ്മൾ സൗദി വെള്ളയ്ക്കിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. വളരെ സന്തോഷത്തോടെ ഒരു 15 മിനിറ്റ് അദ്ദേഹം എന്നെ കൂളാക്കാൻ ശ്രമിക്കുകയാണ്. തരുണിന്റെ ലോകത്തേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കണം. അപ്പം ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലാൽ സാർ വന്നാൽ പിന്നെ നമുക്ക് കേൾക്കാം, അല്ലേ രഞ്ജിത്ത്, തരുൺ പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ എൻ്റെ ബാഗൊക്കെ തുറന്ന് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ലാപ്ടോപ്പും ഒക്കെ ഓണാക്കി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 47 വർഷത്തെ ചരിത്രമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ വലിയ നടൻ വളരെ അഭിമാനത്തോടെ പറയുന്നത്. ഞാൻ എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് 47 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംവിധായകൻ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ലാപ്ടോപ്പും ഒക്കെ ഓപ്പണാക്കി ശബ്ദം വിസ്മയം കൊണ്ട് അദ്ദേഹത്തെ ഒരു കഥ കേൾപ്പിക്കുന്നത്. ഫസ്റ്റ് സീൻ കേട്ടപ്പോഴേ ഉൾപ്പെട്ടുള്ള ശബ്ദവും കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ അദ്ദേഹം എന്താണെന്ന് പറയുന്ന ഒരു അത്ഭുതം ആ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അതങ്ങനെ കേട്ട് ലയിച്ച് കണ്ണടച്ച് കുറേ നേരം ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സംശയങ്ങളുള്ള സമയത്ത് ഞാനൊന്ന് പോസ് ചെയ്യും. അപ്പം എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂടി.